നമസ്കാരം. ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ട ശ്രീരാമൻ ഗുഹൻ്റെ ശൃംഗിവേരപുരത്തെത്തി അവിടെ പർണതൽപ്പത്തിൽ ഉറങ്ങുകയാണ്. ഇത് കണ്ട ഗുഹൻ വളരെയേറെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി കൈകേയിയെ പഴിക്കുകയാണ്. കൈകേയിയെ പഴിക്കുന്നത് കേട്ട ലക്ഷ്മണൻ ഗുഹനോട് പറയുകയാണ്, നമുക്കുണ്ടാവുന്ന സുഖത്തിനും ദുഃഖത്തിനും നമ്മൾ മറ്റൊരാളെ പഴിക്കേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് സുഖം തരുന്നത് ഒരാളും ദുഃഖം തരുന്നത് മറ്റൊരാളുമാണ്. സുഖം നമുക്കെടുത്ത് ദുഃഖം അങ്ങ് ഉപേക്ഷിക്കാം. ഇങ്ങനെയൊന്നും അറിവുള്ളവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ ഇല്ല. കാരണം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്കുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും. രാത്രിയും പകലും പോലെ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. പക്ഷെ നമ്മൾ എന്തു വേണം? ഇഷ്ടമില്ലാത്ത കാര്യമായാലും ഇഷ്ടമുള്ള കാര്യമായാലും നമ്മൾ ഒരേ മനോഭാവത്തോടു കൂടി അത് സ്വീകരിച്ച് സമരസപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? അമിത ദുഃഖമോ അമിത സന്തോഷമോ നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ഒരു ബോധ്യം ഗുഹന് ഉണ്ടാക്കിക്കൊടുത്ത് ലക്ഷ്മണൻ വളരെ സന്തോഷത്തോടു കൂടി അവിടെ താമസിച്ചു. നന്ദി, നമസ്കാരം.